welcome to my channel Anoosum Minoosum. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊച്ചു പേനയാണ്, ഒരു പേപ്പർ പെന്നാണ്. എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെന്നാണ് പേപ്പർ പെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ പെന്നാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഉണ്ടാക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ കൂടെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കളർ A4 ഷീറ്റാണ്. ഞാൻ പെന്നിന് വേണ്ടി യെല്ലോ പേപ്പറും അതുപോലെ തന്നെ ടോപ്പിന് വേണ്ടി ഗ്രീൻ പേപ്പറുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗമ്മാണ്. ഞാനിവിടെ ഫെവിക്കോളിൻ്റെ ഗം എടുത്തിട്ടുള്ളത്. എന്തും എടുക്കാം, നമുക്ക് ഏത് ഗം എടുക്കാം. പിന്നെ അതുപോലെ തന്നെ സിസറ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ട്യൂബാണ്, പെന്നിൻ്റെ ട്യൂബ് വേണം. പിന്നെ ഞാൻ ഡെക്കറേഷന് വേണ്ടി മാത്രമായിട്ട് ഒരു പെന്ന് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതാണ്. അപ്പോൾ നമുക്ക് പെന്ന് ഉണ്ടാക്കൽ എങ്ങനെ നോക്കാം. ഓക്കെ, യെല്ലോ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഇവിടെ പെന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്നും നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ ഒരു ഹാഫ് പീസ് നമുക്ക് മതി. അപ്പോൾ നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് പെന്നിന് വേണ്ടി ഹാഫ് പേപ്പർ മാത്രം മതി. അപ്പോൾ നമ്മൾ ഹാഫായിട്ടത് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഹാഫായിട്ടത് കട്ട് ചെയ്യാം. കറക്റ്റിന് കട്ട് ചെയ്യാം. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹാഫ് പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ ഹാഫ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിട്ട് ഒരു ഹാഫ് പീസ് മാത്രം മതി. ഇനി നമുക്ക് ആവശ്യം ട്യൂബാണ്. അപ്പോൾ നമ്മൾ ട്യൂബ് ഇതിൽ വെച്ചിട്ട് നമ്മൾ റൂൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ വെച്ചിട്ട് റൂൾ ചെയ്യാം. നമ്മൾ പെന്നിൻ്റെ മുൻഭാഗം കുറച്ച് മുന്നോട്ടാക്കിയിട്ട് പെന്ന് റൂൾ ചെയ്ത് കൊടുക്കുക പേപ്പറായിട്ട്. കുറച്ച് ഫ്രണ്ടിലോട്ടാക്കുക മുന, എന്നിട്ട് നമ്മൾ ഇതുപോലെ റൂൾ ചെയ്ത് കൊടുക്കുക. ലെവലാക്കിയിട്ട് റൂൾ ചെയ്യുക, വളയാൻ പാടില്ല. കറക്റ്റിന് റൂൾ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പെന്ന് ഏകദേശം നമ്മൾ റൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ എൻഡ് ഭാഗത്തായിട്ട് നമ്മൾ ഗമ്മ്, ഞാൻ ഇവിടെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെവിക്കോൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഗമ്മ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പെന്ന് ഇതാ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നല്ല റെഡി ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക് ഭാഗം നമ്മൾ അമർത്തി ഒന്ന് മടക്കിയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കും. അപ്പോൾ നമ്മളെ പെന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടോപ്പാണ്. ടോപ്പിന് വേണ്ടി ഞാൻ ഗ്രീൻ പേപ്പർ എടുത്തിട്ടുള്ളത്. പെന്ന് ഇതാ സെറ്റായിട്ടുണ്ട്. ഞാൻ അതിനുള്ള ടോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്രീൻ പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രീൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പെന്ന് വെച്ചിട്ടാണ് ഇവിടെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നത്. നമ്മൾ പെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഒന്ന് റൂൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പെന്നിൻ്റെ ലെവലിലാണ് ഞാൻ റൂൾ ചെയ്യുന്നത്. കുറച്ച് നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് അമർത്താണ്ട് അതിന് വേണ്ടി കുറച്ച് സ്പേസ് വിട്ടിട്ട്, ഇതുപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ എന്താ റൂൾ ചെയ്ത് കൊടുക്കുക. സ്പേസ് വിടണം കേട്ടോ. എന്നിട്ട് കുറച്ച് റൂൾ ചെയ്ത് കൊടുക്കുക. അമർന്ന് നിൽക്കാൻ വേണ്ടിയാണ് അവിടെ സ്പേസ് വിടുന്നത്. നമ്മളവിടെ കുറച്ച് അമർത്തി കൊടുക്കുക. കുറച്ച് പേസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ റൂൾ ചെയ്ത് കൊടുക്കുക. ഇത് റൂൾ ചെയ്ത് കഴിയാനായിട്ടുണ്ട്. നമ്മളിത് ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി നമ്മൾ റൂൾ ചെയ്ത് എൻഡ് ഭാഗത്ത് നമ്മൾ ഗമ്മ് തേച്ച് കൊടുക്കുക. ഗമ്മ് പേസ്റ്റ് ചെയ്യുക. ചെയ്ത് കൊടുക്കുക. ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പേസ് വിടാൻ പറഞ്ഞില്ലായിരുന്നോ, കുറച്ച് സ്പേസ് നമുക്ക് അമർത്തി കൊടുക്കാൻ വേണ്ടി അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. നന്നായിട്ട് അമർത്തുക. എന്താ വെച്ചാൽ നമ്മൾ പെന്ന് പുറത്തേക്ക് വരാൻ കുറച്ച് ഫിറ്റായി നിൽക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ അമർത്തി കൊടുക്കുന്നത്. അവിടെ അമർത്തി കൊടുക്കുക. നമ്മളവിടെ കുറച്ച് പേസ്റ്റ് ചെയ്തിട്ട് ഗമ്മ് പേസ്റ്റ് ഒന്നും കൂടി സേഫ്റ്റി കിട്ടും. അതുകൊണ്ട് ഗമ്മ് ഒന്ന് പേസ്റ്റ് ചെയ്യുക.
ഗമ്മ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ അമർന്ന് നിന്നിട്ടുണ്ട്. നമ്മൾ ടോപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ടോപ്പ് പെന്നൊക്കെ ഇതാ അടിപൊളി വന്നിട്ടുണ്ട്. ഇതാ നമുക്ക് കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്യാനുണ്ട്. അതിന് മുന്നേ കുറച്ച് പണിയുണ്ട്. ഇവിടെ ചെറുതായിട്ട് നമുക്ക് ബാക്കിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്യണം, ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യണം. നമ്മൾ ആ ഗമ്മ് പേസ്റ്റ് ചെയ്ത ഭാഗത്ത് ജസ്റ്റ് ബാക്കിലൊരു ഇതുണ്ട്, അപ്പം അവിടെ നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ലെവലായി നിൽക്കുന്നുണ്ട്, അമർന്ന് നിൽക്കുന്നുണ്ട് നന്നായിട്ട്. ഇപ്പോൾ കണ്ടില്ല, കറക്റ്റായി നിൽക്കുന്നുണ്ട്. നമ്മളെ പെന്ന് ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ഒരു ഗ്രീൻ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട് ലൈനായിട്ട്. ഇതാണ് നമുക്ക് ഇതുപോലെ റൂൾ ചെയ്യാൻ വേണ്ടിയാണ്, ഞാൻ റൂൾ ചെയ്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പീസ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പീസ് ഇതുപോലെ ചെയ്യാം. ഓക്കെ, ഡിസൈൻ ചെയ്യാം, സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ അവിടെ ഗമ്മാക്കിയിട്ട് ഈ എൻഡ് ഭാഗത്തൊരു ഗമ്മാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, കുറച്ച് ഗമ്മ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ഇത് റൂൾ ചെയ്യാൻ വേണ്ടി നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒരു ഭാഗത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് വലിച്ചിട്ട് ഇങ്ങനെ റൂൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ റൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൂൾ ചെയ്ത് ഏകദേശം കഴിയാനായിട്ടുണ്ട്. അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഡിസൈൻസൊക്കെ. അപ്പോൾ നമ്മൾ ഈ എൻഡ് ഭാഗത്ത് കുറച്ച് ഗമ്മ് പേസ്റ്റ് ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ഡിസൈനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഫുള്ള് സെറ്റാണ് കേട്ടോ, അടിപൊളി ആയിട്ടുണ്ട്. കറക്റ്റാണ്, കണ്ടില്ലേ, ലൈനൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാക്ക് സൈഡ് ഒന്ന് മടക്കി കൊടുക്കണം. നമുക്ക് കുറച്ച് മടക്കി കൊടുത്തിട്ട് നമ്മൾ ബാക്ക് ഇതുപോലെ നിൽക്കുന്നതൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിൽ നമ്മൾ ഗമ്മ് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗമ്മ് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മളതോട് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ബാക്ക് ഒന്ന് നല്ല ക്ലിയറായി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാക്കിലേക്ക് തൊട്ടിക്കുന്നത്. ഇത് നമ്മളെ ബാക്ക് ഭാഗമാണ്. നമ്മളെ ഫ്രണ്ട് ഭാഗം ഇതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗം. ഇത് നമ്മളെ ഡിസൈൻസൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഡിസൈനും കൂടി ചെയ്യാനുണ്ട്. ഇപ്പം ഇതാ ക്ലിയറായിട്ട് നമ്മളെ റൂളൊക്കെ ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, സെറ്റാണ്. ഇനി നമ്മൾ കുറച്ച് പെന്നായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. കുറച്ച് എനിക്ക് ചിത്രങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ സിമ്പിൾ മോഡലിൽ ഡിസൈൻസ് ചെയ്യാണ്. നിങ്ങൾക്ക് എങ്ങനെ ഏത് പേപ്പറും എടുക്കാം കേട്ടോ, ഏത് കളർ പേപ്പറും എടുക്കാം. അതുപോലെ തന്നെ ഏത് മോഡൽ ഡിസൈനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് ഒരു ചെറിയ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. ചെറിയ മോഡല് ആണ് വരയ്ക്കുന്നത്. ഇതിൻ്റെ ഒരു സിമ്പിൾ മോഡലാണ്. ഇത് നമ്മൾ ഡിസൈൻസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ മോഡലാണ്. നിങ്ങൾക്ക് എങ്ങനെയുള്ള മോഡലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2 പെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഞാൻ റെഡ് കളറും അതുപോലെ തന്നെ ഗ്രീനും ഇപ്പം ഉണ്ടാക്കിയതും ഇത് രണ്ടും ഞാൻ സെറ്റ് ചെയ്തതാണ്. അടിപൊളിയായിട്ട് ചെറിയൊരു വ്യത്യാസത്തിലാണ് ഞാൻ മോഡൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സിമ്പിൾ മോഡലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്ത് നോക്കണ്ടേ, നമുക്കൊന്ന് റൈറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റഫ് ബുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് റൈറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് നമ്മൾ പെന്നൊന്നും നമുക്ക് അറിയണ്ടേ. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്നുണ്ട്. നമുക്ക് എഴുതാനൊക്കെ നല്ല സിമ്പിളായിട്ട്, നല്ല ഹാർഡൊന്നുമില്ല എഴുതാൻ. നല്ല സുഖമായിട്ട് തന്നെ എഴുതാൻ പറ്റുന്നുണ്ട്.
ഞാനിവിടെ എ ബ്യൂട്ടിഫുൾ പേപ്പർ പെൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിൽ ഒന്ന് എഴുതാം, അനൂസും മിനൂസും എന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ഹാർഡൊന്നുമില്ല, എഴുതാൻ സുഖമായിട്ട് എഴുതാൻ കഴിയുന്നുണ്ട്. ഇങ്ക് റെഡാണ്, അതുകൊണ്ടാണ് ഞാൻ മറ്റേ പെന്ന് എടുക്കാത്തത്. രണ്ട് ഇങ്ക് റെഡാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നുണ്ട്. നമ്മൾ പെന്നും രണ്ടും സെറ്റായിട്ടുണ്ട്. ഒരുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മോഡല്. രസമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. നമ്മൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പെന്നൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.